ആ അപ്പൊ ഇന്നലെ എഴുന്നേറ്റപ്പോ അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. ഫസ്റ്റ് തന്നെ നമ്മള് വർക്കൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ ആ ഒരു ഫ്ലോയിൽ പോകാന്ന് വെച്ചപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. ഇന്നലെ തുടക്കം സ്മൂത്ത് ആയിരുന്നു. നമ്മൾ മുകളിലേക്ക് പോയി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. വർക്കൗട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, സ്മൂത്തായി പോയി. പക്ഷെ അവിടെയൊക്കെയാണ് കുറച്ച് പെയിനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആളിപ്പോ അതിന് കുറച്ച് വർക്ക് ചെയ്യണം, പെയിൻ കുറയ്ക്കാനായിട്ട്. ഇതിൽ ആക്റ്റീവ് സ്ട്രെച്ച് ഒക്കെ ചെയ്യണം. ഇന്നലെ ആണെങ്കിൽ നമുക്കറിയാലോ, നമ്മള് ആദ്യം സമയമുണ്ട് ചെയ്യാന്ന് വെച്ചിട്ട് നമ്മള് ഇരുന്നു. പക്ഷെ ഒന്നും വർക്കൗട്ട് ആയില്ല. ഓരോ പരിപാടി കയറി വന്നു, തിക്കും തിരക്കെ അങ്ങനെ പോയി. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ച് നമുക്ക് രാവിലെ തന്നെ പരിപാടിയൊക്കെ തീർക്കാം, പിന്നെ ടൈം കിട്ടുമല്ലോ. അപ്പോ നേരെ ഒന്ന് സെറ്റായി മെഡിറ്റേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്ന് മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. ഇന്നലത്തെക്കാളും ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ട്. ഞാൻ ആദ്യം കുറേ നേരം ബ്രീത്തിങ്ങിന് ഫോക്കസ് ചെയ്തു. അപ്പോൾ മൈൻഡ് അത്യാവശ്യം ബ്ലാങ്ക് ആയി. അധികം തോട്ട്സ് ഒക്കെ ഭയങ്കര കുറഞ്ഞിരുന്നു. പിന്നെ ബ്രീത്തിങ് മാറി, ബാക്കി ബ്രീത്തിങ് കോൺസെൻട്രേഷൻ കുറച്ചപ്പോൾ മൈൻഡ് വീണ്ടും പഴയ പോലെ കുറെ തോട്ട്സും ഇതൊക്കെ ആയിട്ട് അങ്ങനെ. പക്ഷെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ ബ്രീത്തിങ്ങിന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും. ഞാനൊരു കാര്യം ജെന്യുവിനായി പറയുകയാണെങ്കിൽ, ഞാൻ ബുക്ക് വായിച്ചപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഈ ബുക്കിന് ഫ്ലോ കുറവാ, കണ്ടിന്യൂറ്റിയുടെ കുറച്ചൊരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഞാൻ അതിനെ പുഷ് ചെയ്യണമെന്ന് കുറച്ച് വായിക്കാനായിട്ട്. ആ ഫ്ലോ കുറവുള്ള പോലെ വായിച്ചു ഞാൻ. പിന്നെ പുറത്തിരിക്കണ നല്ല ചൂടുണ്ടായി. അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ വായിച്ചു. എനിക്ക് 30 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ. സത്യമായിട്ടും പറയുകയാണെങ്കിൽ 30 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തില്ല ഞാൻ ഇന്നലെ. വേറെ എന്തെങ്കിലും ബുക്കും കൂടെ ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം ഇതിന് ഫ്ലോ ഉള്ളതുകൊണ്ട്. ഇത് എല്ലാ ദിവസവും ഒരു എക്സ്ട്രാ വെച്ച് വായിച്ചു പോയിട്ട് വേറൊരു ബുക്ക് പാരലൽ വായിക്കുന്നതിനെ ഇപ്പോൾ ആലോചിക്കണം. നോക്കാം, നാളെ വേറെ ബുക്ക് സെറ്റ് ആവുമെന്ന് നോക്കണം. ഈ ജേണൽ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ മൈൻഡ് ഭയങ്കര ക്ലൗഡഡാ. മൈൻഡിൽ ഇങ്ങനെ കുറെ തോട്ട്സ് ആയിട്ട് ഭയങ്കര ക്ലൗഡ് അടിക്കും മൈൻഡ് മിക്കാറുള്ള സമയത്ത്. പക്ഷെ ഈ ജേണൽ ചെയ്യുമ്പോൾ ഈ തോട്ട്സ് ഭയങ്കര ഓർഗനൈസ്ഡ് ആവും. ആ ഒരു തോട്ട്സിന് ഫ്രീ ഫ്ലോ ആയിട്ട് ഭയങ്കര ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന തോന്നിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ലാണ്ട് മെയിനായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു റിവ്യൂ മെക്കാനിസം ആണ് ജേണലിങ്. ഇപ്പൊ ഞാൻ ഈ 30 ഡേ ചാലഞ്ച് എടുത്തു. അപ്പോൾ പല കാര്യം വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവില്ല. അപ്പൊ അതൊക്കെ എന്താണ് വർക്കൗട്ട് ആവാത്തത്, എവിടെയൊക്കെ നമുക്ക് പാളിത്, എവിടെയൊക്കെ നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉള്ളത്, അത് കൃത്യം മനസ്സിലാക്കി ജേണലിങ് സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വട്ടത്തെ പോലെയല്ല, ഈ വട്ടം അതിൽ തെളിവുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ബുക്ക് വായിക്കാന്ന് പറഞ്ഞു. ബുക്ക് വായിച്ചപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്തു, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ഓൾറെഡി. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ആവില്ല. ഇപ്പോൾ ബുക്ക് വായിക്കുന്ന വർക്കൗട്ട് ആവില്ല എന്നുള്ള ഉദ്ദേശമല്ല, ചില ബുക്കുകൾ ചില സ്റ്റൈൽ നമുക്ക് സെറ്റ് ആവില്ല പെട്ടെന്ന്. അപ്പോൾ നമ്മൾ മാറ്റി ട്രൈ ചെയ്യണം. ഇനിയിപ്പോൾ ഞാൻ നാളെ വേറൊരു ബുക്ക് ട്രൈ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്, സെറ്റ് ആവുകയാണെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം വർക്കൗട്ടും ജേണലിംഗ് ഒന്നും വലിയ ഇഷ്യൂസ് ഇല്ല നടന്നെങ്കിലും ചില ഭാഗങ്ങൾ ഇഷ്യൂസ് ഫേസ് ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു ലൈഫ് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ഒരു കാര്യം തുടങ്ങും, എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യും, മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഇതും എന്നുള്ള രീതിയിലാണ് ആലോചിക്കണത്. അപ്പോ നോക്കാം, നാളെ എങ്ങനെയാ നോക്കാം. നാളെ എന്തൊക്കെ പരിപാടിയാണ് കയറി വരാൻ പോണേ എന്നാ നമുക്ക് കാണാം. ഓക്കെ, ശരി.